അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമളാനിന്റെ ലക്ഷ്യം അള്ളാഹു പറയുന്നത് തഖ്വ നേടുക എന്നത്. നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് പറയുന്നത് തന്നെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം എന്നാണല്ലോ. റമളാൻ 30 കഴിയുമ്പോൾ നമ്മളൊക്കെയും പരിപൂർണ മുത്തഖികളായി മാറാനാണ് ശ്രമിക്കുന്നത്. തഖ്വ എന്താണ് എന്നത് പല വിശദീകരണങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയെ കുറിച്ച് പറയുന്നുണ്ട്. തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫ് മിനൽ ജബീൽ, മഹാനായ അള്ളാഹുവിനെ ഭയപ്പെടലാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ, ജീവിതത്തിന്റെ പല മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒക്കെയും അള്ളാഹ് എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലൊരു ഭയപ്പാടുണ്ടാവണം. അദ്ദേഹം പറയുന്നത് വൽ അമലു ബി തൻസീൽ, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ ശരിപ്പെടുത്തലാണ്. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഖുർആനെ ബേസ് ചെയ്തുകൊണ്ട് മാറ്റിപ്പണിയലാണ് തഖ്വ. 3 വൽ ഖനാഅതു ബിൽ ഖലീൽ, എന്താണോ അള്ളാഹു നമുക്ക് നൽകുന്നത് ആ നൽകിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. കിട്ടാത്തതിനെ ഓർത്ത് ദുഃഖിക്കുകയോ ടെൻഷനാവുകയോ അസ്വസ്ഥനാവുകയോ ചെയ്യാതിരിക്കുക. എത്രമാത്രം ചെറിയതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹമെങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സുണ്ടാവുക. 4 സദാസമയം അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകണമെന്ന ബോധ്യവും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പും ഉണ്ടാവുക. വൽഇസ്തിഅദാദു ലിയൗമി റഹീൽ, ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും, എന്തൊക്കെ നേടിയാലും, എത്രമാത്രം വളർന്നാലും ഉയർന്നാലും, എത്രമാത്രം പ്രശംസയ്ക്കുടമയായാലും ഒരു സുപ്രഭാതത്തിൽ നമുക്കൊരു മടക്കമുണ്ട്. ഒറ്റയ്ക്കുള്ള മടക്കം, ഏകനായി അള്ളാഹുവിന്റെ സന്നിധിയിലേക്കുള്ള യാത്ര. ആ യാത്രയ്ക്ക് വേണ്ടി ഞാൻ എന്തൊരുക്കി പാഥേയം എന്ന് സകല സമയത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ 4 കാര്യങ്ങളാണ് തഖ്വ എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അതുപോലെ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ്, പരലോകത്തേക്കുള്ള മടക്കത്തെക്കുറിച്ചുള്ള